ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ ഒരു ഒഫീഷ്യൽ പരിപാടിയായിട്ട് പോയപ്പോഴാണ് ബംഗാരത്തിന് തൊട്ടടുത്തുള്ള തിണ്ണകരയിൽ പോകാൻ വേണ്ടി ഒരാഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ തന്നെ അവിടെ ഈ പരിപാടിക്ക് എൻ്റെ കൂടെ വന്ന ക്യാമ്പിന് വന്ന കുറച്ച് ഡോക്ടേഴ്സും പിന്നെ അവിടുത്തെ കുറച്ച് സ്റ്റാഫും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബോട്ടിൽ കയറി നേരെ വിട്ടു തിണ്ണകരയിലേക്ക്. ഏകദേശം ബംഗാരം ദ്വീപിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഒരു ബോട്ട് യാത്രയുണ്ട്. നേരെ അടുത്ത് തന്നെ നമുക്ക് കാണാനും പറ്റും. പക്ഷേ ബോട്ട് യാത്രനകത്ത് നമുക്ക് അരമണിക്കൂറിൻ്റെ അടുത്ത് എങ്ങനെയായാലും ഉണ്ട്. അതേ ലഗൂണിൽ തന്നെ, ലഗൂൺ എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ കടലുള്ള ഒരേ ലഗൂണിൽ തന്നെ കിടക്കുകയാണ് നമ്മുടെ ബംഗാരവും തിണ്ണകരയും. തിണ്ണകരയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ബീച്ചാണ്. ആൾതാമസം ഇവിടെയില്ല, എങ്കിലും കുറച്ച് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അതായത് തെങ്ങ് കയറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കായിട്ടും പിന്നെ മീൻ ഉണക്കാനുമായിട്ട് താമസിക്കുന്നവരല്ലാതെ പൊതുവെ ഇവിടെ ജനവാസമില്ലാത്തൊരു സ്ഥലമാണ്. എന്നാൽ എല്ലാ പ്രാവശ്യവും വരുന്ന അഗത്തിയിലേക്ക് വരുന്ന ടൂറിസ്റ്റ് ആണെങ്കിലും ബംഗാരത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റ് ആണെങ്കിലും ഉറപ്പായിട്ടും കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തിണ്ണകര. തിണ്ണകരയിലാണെങ്കിൽ ഇതുപോലെ ബീച്ചസ് ഒരു അടിപൊളിയാണ്. ബീച്ചസിൽ നമുക്കിങ്ങനെ കിടന്നർമാദിക്കാം. പിന്നെ കൂട്ടുകാരുമായിട്ട്, അതായത് ലക്ഷദ്വീപിൽ ആരെങ്കിലുമായിട്ട് ഒന്നിച്ച് പോവുകയാണെങ്കിൽ ഒരു വല എടുത്ത് അങ്ങോട്ട് പോകും. ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് പോകണമെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് വഴികളുണ്ട്, ഊടുവഴികൾ, ചെറിയ കാടുകളെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണ്. ഷാലോ വാട്ടറാണ്, അധികം ആഴമില്ലാത്ത മനോഹരമായിട്ടുള്ള ബീച്ച്. അതിലേക്ക് ഇറങ്ങി കുളിച്ച് അർമാദിച്ചിട്ട് നമുക്കിവിടുന്ന് തിരിച്ചു പോകാം. സോ തിണ്ണകരയിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം.